സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങളിൽ നിന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും ഭിന്നസ്വരങ്ങൾ ഉയരുന്നത് കോൺഗ്രസിന് തലവേദനയാവുകയാണ്. വിമതസ്വരങ്ങളെ ഉടനടി കേട്ട് അനുനയിപ്പിക്കാനാണ് തീരുമാനം. ഇടഞ്ഞു നിൽക്കുന്ന അസംതൃപ്തർക്ക് പാർട്ടി പദവികൾ നൽകി അനുനയിപ്പിക്കും. സീറ്റ് നിഷേധിക്കപ്പെട്ടവർക്ക് UDF അധികാരത്തിലെത്തിയാൽ അർഹമായ പദവികൾ നൽകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ അസംതൃപ്തർ കലാപക്കൊടി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് അനുനയ നീക്കം സജീവമാക്കുന്നത്. പട്ടികയിൽ നിന്നും പുറത്തായവർ പരസ്യമായി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. യുവ നേതാക്കൾ ഉൾപ്പെടെ പാർട്ടി വിടാൻ തയ്യാറെടുക്കുമ്പോഴാണ് നിർണായക നീക്കം. ഒഴിവാക്കപ്പെട്ടവർക്ക് പാർട്ടിയിൽ പ്രധാന പദവികൾ നൽകാനാണ് തീരുമാനം. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവർ അർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. UDF അധികാരത്തിലെത്തിയാൽ സീറ്റ് ലഭിക്കാത്തവർക്ക് പ്രഥമ പരിഗണന നൽകാനാണ് നീക്കം. അസംതൃപ്തരെ കേൾക്കാനും ചേർത്ത് നിർത്താനുമാണ് തീരുമാനം. അവരെല്ലാം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ. അതിൽ പലരും അർഹരായ ആളുകളായിരുന്നു മത്സരിക്കാൻ. പലരും സോഷ്യൽ ബാലൻസിന്റെ പേരിൽ കുറച്ചുകൂടി അർഹതയുള്ളവരെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. അവരെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. ഇന്നലെ ഗുരുതരാരോപണമുയർത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് NS നസൂർ പാർട്ടി വിട്ടിരുന്നു. പട്ടാമ്പിയിൽ അവസരം നിഷേധിക്കപ്പെട്ട റിയാസ് മൂക്കോളിയെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് എൽദോസ് കൂന്നപ്പള്ളിയെ രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. തർക്കങ്ങൾ രൂക്ഷമാകുന്ന മേഖലകളിൽ പ്രശ്നപരിഹാരത്തിന് AICC നിരീക്ഷകരായ സച്ചിൻ പൈലറ്റും കനയ്യകുമാറും നാളെ സംസ്ഥാനത്തെത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.